ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്രേവിക്കുള്ള കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം തന്നെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഇതേപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നില്ല, ബോൺലെസ് ചിക്കൻ ആയാലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടണം. 1/2 മണിക്കൂറിന് കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം നമുക്ക് നേരത്തെ സവാള ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന ഓയിലിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ഒരുപാട് കൂടുതലായി തോന്നുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് മിക്സർ ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഈ മുളകും മല്ലിയൊക്കെ നന്നായി മൂത്ത് വരണം. അതേപോലെ ഈ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ മാറി മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഈ ചിക്കൻ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി നന്നായി ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബോൺലെസ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.